ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെള്ളത്തിൽ ചെടികൾ എങ്ങനെ ബുഷിയാക്കി നിർത്താം എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സിങ്കോണിയം, മണി പ്ലാന്റ്, പിന്നെ വാണ്ടറിങ് ജൂ, ലക്കി ബാംബു, ഡിഫൻ ബാക്കിയ തുടങ്ങിയ 5 ചെടികളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു നെറ്റ് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കണം. അതിന് ഒരു നെറ്റ് എടുത്ത് ചെറിയ ഒരു ഹോൾസ് അതിൻ്റെ നടുഭാഗത്ത് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് അതിനെ ഒന്ന് കെട്ടിയെടുക്കണം. ഇതുപോലെ പിടിച്ച് ഒരു ത്രെഡ് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കണം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ ഒരു ത്രെഡ് എടുത്ത് കെട്ടിക്കൊടുക്കണം. ഇതുപോലെയൊക്കെ ചെയ്ത് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് കിച്ചണിലൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കാം. ഇതൊന്നും വലിയ പൈസ ചിലവുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെയൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ചെടികളൊക്കെ എന്തായാലും എല്ലാവരുടെയും ഗാർഡൻ സ്നേഹികളുടെ ഒക്കെ വീട്ടിൽ എന്തായാലും ഉണ്ടാകുമല്ലോ. ഇതുപോലെ നമുക്കൊന്ന് കെട്ടിയ ശേഷം ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഇതിലോട്ട് ഡിഫൻ ബാക്കിയ ചെടി വെച്ച് കൊടുക്കാം. ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഏത് ചെടി വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഡിഫൻ ബാക്കിയാണ് വെക്കുന്നത്. അതാവുമ്പോൾ കുറച്ചുകൂടി ഭംഗി കാണും. ഈ ചെടി വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ വേര് പിടിച്ച് കിട്ടുവേ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ വല വെച്ച് ചെയ്യുമ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഞാൻ ഇട്ട ഹോൾസ് ഇച്ചിരി വലുപ്പമായതുകൊണ്ട് ഞാൻ ഒരു ചെടി കൂടി എക്സ്ട്രാ അതിൽ വെച്ച് കൊടുത്തേ. ഇനി നമുക്ക് അടുത്ത വാണ്ടറിങ് ജൂ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ബോട്ടിലെടുക്കാം. ഞാനിവിടെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചില്ലിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം. ചില്ലിൻ്റെ ബോട്ടിലാണ് വെള്ളത്തിൽ വയ്ക്കാൻ നല്ലത്. ശേഷം നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടപ്പിൽ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഹോൾസ് ഇട്ട ശേഷം നമുക്ക് ഇതുപോലെയുള്ള വാണ്ടറിങ് ജൂ ചെടിയുടെ തണ്ടുകൾ എടുത്ത് ആ ഹോൾസിൽ കൂടി ഇതുപോലെ കുത്തിക്കൊടുക്കാം. വാണ്ടറിങ് ജൂ എന്ത് ചെയ്താലും നല്ല ഭംഗിയായിരിക്കുവേ. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ വാണ്ടറിങ് ജൂ വെച്ചിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുമേ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇതുപോലെ വെച്ച് മനോഹരമാക്കാൻ പറ്റുവേ. കണ്ടില്ലേ, അതിൻ്റെ വേരൊക്കെ ഇനി താഴോട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കുവേ. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് പഴയ ഒരു വാട്ടർ ബോട്ടിലാണ്. കുട്ടിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ച വാട്ടർ ബോട്ടിലാണ്. ഇത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അന്നപ്പോൾ ഞാൻ ഓർത്തു ഇതിൽ എന്തെങ്കിലും ഒരു ചെടി സെറ്റ് ചെയ്യാവുന്നേ. ഇതിലോട്ട് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൽ വെക്കുന്ന ചെടികളാവുമ്പോൾ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യവും വരില്ലേ. ഇതുപോലെ അടച്ച ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ ഒരു ഹോൾസാണുള്ളത്. അതുകൊണ്ട് തന്നെ ചെടി അതിൽ വെക്കുമ്പോൾ നല്ല ബുഷിയായി തന്നെ ഇരിക്കുകയും ചെയ്യുവേ. ഇതുപോലത്തെ വാട്ടർ ബോട്ടിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വെറുതെ നമ്മൾ കളയുന്നതിലും നല്ലത് ഇതുപോലെയൊക്കെ ചെയ്ത് അടുക്കളയിലും ഒക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അടുക്കളയിലെ ജനലിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ലതായിരിക്കുമേ. ഞാൻ ഇതുപോലെയൊക്കെ അടുക്കളയിൽ ചെയ്ത് വെക്കാറുണ്ട്. ഇനി നമുക്ക് മണി പ്ലാന്റിനെ സെറ്റ് ചെയ്യാം. മണി പ്ലാന്റിനെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നല്ല ബുഷിയായിട്ട് നിന്നോളുവേ. മണി പ്ലാന്റിനെ വെള്ളത്തിൽ വള്ളിയായിട്ട് കൊണ്ടുപോകുന്നതിലും നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ആയി കട്ട് ചെയ്ത ശേഷം വെക്കുമ്പോഴാണ് നല്ല ബുഷിയായിട്ട് നിൽക്കാൻ കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ.
ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഒരു ത്രെഡ് വെച്ച് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാവേ. നല്ല ടൈറ്റിൽ തന്നെ കെട്ടണേ, അല്ലെങ്കിൽ അത് ലൂസായി പോകുവേ. അപ്പോൾ അതിൻ്റെ ബുഷിനെസ് കിട്ടുകയില്ലേ. ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ കെട്ടിയ ശേഷം നമുക്ക് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചെടുത്ത് ചട്ടിയിൽ വേണമെങ്കിലും നട്ടുകൊടുക്കാവേ. ഞാൻ അങ്ങനെ മണി പ്ലാന്റിനെ നടാറുണ്ട്. പെട്ടെന്ന് വെള്ളത്തിൽ മണി പ്ലാന്റ് വേര് പിടിച്ച് കിട്ടുവേ. ഇതിൻ്റെ മുകളിലത്തെ നീണ്ടു നിൽക്കുന്ന ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അത് പിന്നീട് കിളുത്ത് വന്നോളുവേ. ഇനി നമുക്ക് ഇതിനെ വെള്ളത്തിലോട്ട് സെറ്റ് ചെയ്യാം. ഇത് ഞാനൊരു ഉപ്പിടാൻ മേടിച്ച പാത്രമായിരുന്നേ. അതിൻ്റെ മൂടി പൊട്ടിപ്പോയേ. അപ്പോൾ ഞാൻ ഓർത്തു ഇതിലോട്ട് ഒരു ചെടി വെക്കാമെന്ന്. നമ്മൾ ഓരോ വീഡിയോയിലൊക്കെ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ ചെടി വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ചെടി വെക്കാമെന്നോർത്തെ. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മൾ വെറുതെ കളയേണ്ട ഒരു പാത്രത്തിൽ ഇതുപോലെ മണി പ്ലാന്റ് സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ടില്ലേ. നിങ്ങൾക്ക് ഞാൻ ഈ സെറ്റ് ചെയ്യുന്നതിൽ ഏത് ചെടിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് സിങ്കോണിയം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമൊക്കെ ഈ ചെടി ഗാർഡനിൽ വെക്കുമ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നേ, ഇതെന്തിനാ ഈ ചേമ്പൊക്കെ പറിച്ചുകൊണ്ട് ഗാർഡനിൽ വെക്കുന്നതെന്ന്. നിങ്ങളോടും ഇതുപോലൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻ ബാക്ക് ചെടിയൊക്കെ ഗാർഡനിൽ വെക്കുമ്പോൾ എല്ലാവരും പറയും ഇതൊരു വാഴച്ചെടിയാണ്, ഇത് കാടാണെന്നൊക്കെ. പക്ഷേ നമുക്ക് ചെടിയെ സ്നേഹിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ ഇത് ഇത്രയും ഭംഗിയുള്ള ചെടിയാണെന്ന്. നിങ്ങൾക്കും ഇങ്ങനത്തെയൊക്കെ അനുഭവമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലെ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഗ്ലാസ്സിലൊക്കെ വെക്കുമ്പോൾ ആ ചെടിയുടെയൊക്കെ വേര് താഴോട്ട് വന്ന് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കുവേ. ഇതുപോലെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അത് കറക്റ്റ് ലെവലിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് ഇതിലോട്ട് കല്ലിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ കല്ലിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ലെവലിൽ നിൽക്കുകയുള്ളേ. നമ്മുടെ 5 ചെടിയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെയൊക്കെ കിച്ചണിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കുവേ. കിച്ചണിൽ നല്ല ഒരു പച്ചപ്പ് കൊണ്ടുവരാൻ വളരെ നല്ല ഐഡിയകളാണ് ഇത്. ഇതൊക്കെ സീറോ കോസ്റ്റ് ഐഡിയ എന്ന് തന്നെ പറയാം. വലിയ ചിലവില്ലാത്ത ഐഡിയകൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെ ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.